Good afternoon. Good afternoon. Good afternoon, Miss. Good afternoon. Good afternoon. Good afternoon, Miss. Good afternoon. Good afternoon. Good afternoon. Good afternoon. Good afternoon, Miss. Good afternoon. മിസ് ക്ലാസ് തുടങ്ങിയായിരുന്നോ? ഇല്ലല്ലോ. ഓക്കെ ഓക്കെ. Good afternoon. Okay. Good afternoon, Miss. Good afternoon. എല്ലാരും ഭക്ഷണം കഴിച്ചോ? കഴിച്ചു. Okay.
ഓക്കെ, പ്രെയർ സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. പ്രെയർ. ദിവ്യ സിനോജ് എവിടെയാണ് അപ്പോ? സ്ഥലം എവിടെയാണ് ദിവ്യ സിനോജ്? മസ്കറ്റിലാ മാം. ഓക്കെ. പ്രെയർ ആരാണ്? പറയാമേ. God's love is so wonderful. God's love is so wonderful. God's love is so wonderful. So wonderful love. So high you can get over it. So wide you can get around it. So you can get under it. Oh, wonderful love. God's love is so wonderful. God's love is so wonderful. God's love is so wonderful. Oh, wonderful love. Thank you. Okay. Okay, good afternoon to all. Yes. Good afternoon, Miss. Okay. ഫാക്ടേഴ്സ് ദാറ്റ് അഫക്ട് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെയും അഫക്ട് ചെയ്യുന്നത്? ഓക്കെ, ഫസ്റ്റ് കുറച്ച് നമ്മളൊന്ന് പറഞ്ഞു അല്ലേ, ഏതൊക്കെ ഫാക്ടേഴ്സ് ആണെന്ന് പറഞ്ഞത്? Hereditary factor, environmental factors. Yes. ഹെറിഡിറ്ററി ഫാക്ടേഴ്സിൽ എന്തെല്ലാം വരുന്നുണ്ട്? ഒരാൾ പറഞ്ഞേ. Physical features, sex, hereditary disease. Physical features like skin color, eyes, hair, ears, shape of the nose. Then Hereditary disease. diseases. Okay. Then അപ്പൊ നമ്മള് ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് ഒന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. Then next നോക്കാൻ പോകുന്നത് എൻവിയോൺമെന്റൽ ഫാക്ടേഴ്സ്. എൻവിയോൺമെന്റൽ ഫാക്ടേഴ്സ് അതിൽ ഏതൊക്കെ വരുന്നുണ്ട്? പ്രീ നാറ്റൽ ആൻഡ് പോസ്റ്റ് നാറ്റൽ. ഓക്കെ, എൻവിയോൺമെന്റൽ പാരിസ്ഥിതിക ഫാക്ടേഴ്സുമായി ബന്ധപ്പെടുന്നത് ഏതൊക്കെയാണ്? പ്രീ നാറ്റൽ ആൻഡ് പോസ്റ്റ് നാറ്റൽ. നമ്മൾ എടുക്കുന്ന ചാപ്റ്റർ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആണ്, ചാപ്റ്റർ യൂണിറ്റ് 1. ഓക്കെ, ഓക്കെ, എന്താണ് പ്രീനാറ്റൽ എന്ന് പറഞ്ഞാല്? പ്രീനാറ്റൽ പീരീഡ്. ജനനത്തിന് മുമ്പ്. യെസ്, ജനനത്തിന് മുമ്പ് അല്ലെങ്കിൽ എന്താണ് പ്രസവത്തിന് മുമ്പുള്ള ഒരു പീരീഡ്. ദെൻ പോസ്റ്റ് നാറ്റൽ എന്താണ്? പ്രസവാനന്തരം അല്ലെ, പ്രസവശേഷമുള്ള ആഫ്റ്റർ ഡെലിവറി. ഓക്കെ, അപ്പോ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിൽ ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന രണ്ട് ഫാക്ടറുകളാണ് പ്രീനാറ്റൽ പീരീഡും പോസ്റ്റ് നാറ്റൽ പീരീഡും. അതായത് പ്രസവത്തിന് മുമ്പുള്ള ആ ഒരു കാലഘട്ടവും അതിനുശേഷമുള്ള കാലഘട്ടവും. ഈ രണ്ട് കാലഘട്ടം നമ്മൾ ഒരുപാട് ഒരു വ്യക്തിയെ നിർണ്ണയിക്കുന്നില്ല. ഒരു വ്യക്തിയുടെ ജീവൻ സ്റ്റാർട്ട് ചെയ്ത് എൻഡ് വരെ ഉള്ള കാര്യങ്ങളിൽ എന്താണ് ഈ രണ്ട് പീരീഡും ഒരുപാട് സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഒരു പാരഗ്രാഫ് അവിടെ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് വായിച്ചു ഒരാള്. Montessori is in line with modern psychologists who acknowledge the influence of both nature and nurture. She writes about the inherited characteristics and predetermined patterns of behavior, but
She also approves of the very strong influence of environmental conditions. ഓക്കെ, എന്താണ് മോണ്ടിസോറിയിൽ പറയുന്നത്? ഇവിടെ എന്താ പറയുന്നതെന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല. കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നില്ല. ഓക്കെ, ആർക്കും മനസ്സിലാവുന്നില്ല? മോഡേൺ സൈക്കോളജി പ്രകാരം നാച്ചുറും നമ്മുടെ നർച്ചറും നർച്ചറിലാണ് പോഷകമാണോ? പ്രകൃതിദത്തവും പോഷകങ്ങളും എന്താണ് മോഡേൺ സൈക്കോളജി പ്രകാരം പാരമ്പര്യം ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ഓക്കെ, ഈ പ്രകൃതിയുടെയും ഈ നർച്ചറിന്റെയും സ്വാധീനം അനുസരിച്ചിട്ടാണ് മോണ്ടിസറിയുടെ ഇതില് മനഃശാസ്ത്രത്തിനെ യോജിപ്പിക്കുന്നത്. വെരി ഗുഡ്. നെക്സ്റ്റ് പോയിന്റ് എന്താ? ഷി റൈറ്റ്സ് അബൌട്ട് ദ ഇൻഹെറിറ്റഡ് ക്യാരക്ടറിസ്റ്റിക്സ് and the predetermined patterns of behavior, but she also approves of the very strong influence of environmental conditions. അതായത് മോണ്ടിസോറി എന്താണ് പറയുന്നത്? നേച്ചറും നർച്ചറും, രീതികളും പാരമ്പര്യ സ്വഭാവങ്ങളും എന്താണ് മുൻകൂട്ടി നിശ്ചയിക്കപ്പെടുന്നു. ഇത് നമ്മുടെ എൻവയോൺമെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് നമ്മുടെ പാരമ്പര്യവും അതുപോലെ തന്നെ പ്രകൃതി, അതായത് എൻവയോൺമെന്റ് എന്താണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് ആളുടെ ബിഹേവിയറിനെ, നേച്ചർ, ഒരാളുടെ പാരിസ്ഥിതികമായ ചുറ്റുപാടും അതുപോലെ തന്നെ പാരമ്പര്യമായ ചുറ്റുപാടും എന്താണ് ഒരു വ്യക്തിനെ, അദ്ദേഹത്തിന്റെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നാണ് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെ കൊടുത്തിരിക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഈ ഫാക്ടേഴ്സില്, എൻവയോൺമെന്റൽ ഫാക്ടേഴ്സില് ഫസ്റ്റ് ഫാക്ടർ എന്താണ് വരുന്നത്? പ്രീ നാറ്റൽ സ്റ്റേജ് ആണ് അല്ലെ? പ്രീ നാറ്റൽ സ്റ്റേജ്. ഓക്കെ, ഒരു പ്രീ നാറ്റൽ സ്റ്റേജില് എന്തെല്ലാം കാര്യങ്ങളാണ് വരുന്നത്? ഏതൊക്കെ സ്റ്റേജസ് ആണ്, ഏതൊക്കെ സിറ്റുവേഷൻസിലൂടെയാണ് ഒരു പ്രീ നാറ്റൽ സ്റ്റേജ് കടന്നു പോകുന്നത്? ഓക്കെ, നമ്മളുടെ കൂട്ടത്തിലെ പലരും ഈ ഒരു സ്റ്റേജസ് കഴിഞ്ഞവരായിരിക്കാം, അല്ലാത്തവരായിരിക്കാം. എന്നിരുന്നാലും ഓക്കെ, പ്രീനാറ്റൽ സ്റ്റേജ്. മെറ്റേണൽ ഹെൽത്ത്. എന്താണ് മെറ്റേണൽ ഹെൽത്ത് എന്ന് പറഞ്ഞാല്? അമ്മയുടെ ആരോഗ്യം അല്ലെ? മാതൃ ആരോഗ്യം, അമ്മയുടെ ഹെൽത്ത് അല്ലെ? എങ്ങനെയായിരിക്കണം ഒരു മെറ്റേണൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു പേഴ്സൺ? എങ്ങനെയായിരിക്കണം? എങ്ങനെയായിരിക്കണം ഒരു മെറ്റേണൽ ഹെൽത്ത്? എങ്ങനെയായിരിക്കണം ഒരു അമ്മയുടെ ആരോഗ്യം? എങ്ങനെയായിരിക്കണം? ഫസ്റ്റ് സ്റ്റാർട്ടിങ് തുടങ്ങുമ്പോൾ തന്നെ എങ്ങനെയായിരിക്കണം? പറഞ്ഞവരല്ലേ? മെന്റൽ ഹെൽത്ത് നന്നായിട്ട് വേണം. മെന്റൽ ഹെൽത്ത് ഉണ്ടായിരിക്കണം. ഫിസിക്കലി മെന്റലി പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറും അതുപോലെ തന്നെ എന്താണ് ന്യൂട്രിയസ് ആയിട്ടുള്ള ഫുഡ്സുകൾ അല്ലെ? ഫുഡ്സുകള് കഴിക്കുകയും അതുപോലെ തന്നെ എങ്കിൽ മാത്രമേ നല്ല രീതിയിലുള്ള ഒരു ആരോഗ്യം ആ ഒരു അമ്മയ്ക്ക് അല്ലെ ഉണ്ടാകാനായിട്ട് സാധിക്കുകയുള്ളൂ. നല്ല രീതിയിലുള്ള ഫുഡ്സ്, ന്യൂട്രിയസ് ആയിട്ടുള്ള ഫുഡ്സുകൾ ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ എന്താണ് മെന്റൽ ഹെൽത്ത്, മാനസികാരോഗ്യം അല്ലെ? വളരെ സ്ട്രോങ് ആയിട്ട്, അതായത് എന്താണ് ഈ ഒരു പീരീഡ് എന്ന് പറയുന്നത് എന്താണ് ഒരുപാട് ഇമോഷൻസ് കവർ ചെയ്ത് പോകുന്ന പീരീഡ് ആണ് എന്ത് പ്രീനാറ്റൽ സ്റ്റേജ് എന്ന് പറയുന്നത് അല്ലെ? ഓക്കെ,
ആ ഒരു സ്റ്റേജിൽ എന്താണ് മെന്റൽ പീസ് ആണ് ഏറ്റവും അത്യാവശ്യമായി വേണ്ടത്. മെന്റൽ പീസും അതുപോലെ തന്നെ എന്താണ് മെന്റൽ ഹെൽത്തും മെന്റൽ ഹൈജീൻ മാനസികമായ വളർച്ചയും മാനസികമായ ശുചിത്വവും മെന്റൽ ഹെൽത്ത് അല്ലെ മാനസികമായ ഒരു ആരോഗ്യവും കൂടി ആ ഒരു പേഴ്സണ് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഒരു കുഞ്ഞിന്റെ വളർച്ചയില് ബ്രെയിൻ വളർച്ചയില് അല്ലെങ്കിൽ ആ കുഞ്ഞിന്റെ ശാരീരികവും മാനസികമായിട്ടുള്ള വളർച്ചയില് ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, ഓരോ സ്റ്റേജസ് കഴിയുന്നതനുസരിച്ചിട്ട് അമ്മയുടെ ശരീരത്തില് അല്ലെങ്കിൽ അമ്മയുടെ മാനസികമായിട്ടുള്ള ആ ഒരു വിഭാഗങ്ങളിൽ എന്താണ് സ്ട്രോങ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ഹെൽത്ത്, നല്ല രീതിയിലുള്ള ഒരു ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു കുഞ്ഞിനെ ജന്മം നൽകുവാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ അല്ലേ? മദേഴ്സ് ഫിസിക്കൽ ആൻഡ് മെന്റൽ സ്റ്റേജ് എന്താണ്? അമ്മയുടെ മാനസികവും ശാരീരികവുമായുള്ള ഹെൽത്ത് എങ്ങനെയായിരിക്കും ഒരു കഴിക്കണം. മാനസികമായ ആരോഗ്യം എങ്ങനെ നമ്മൾക്ക് കൊടുക്കാൻ സാധിക്കും? എങ്ങനെ പോസിറ്റീവായിട്ട് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് നിങ്ങൾ ഓരോരുത്തരായി പറയും ഓരോ പോയിന്റ്സ്. നല്ല ബുക്സ് വായിക്കും. പാട്ട് കേൾക്കുക. എല്ലാവരും പാട്ടുകൾ കേൾക്കുക. കീർത്തി വെരി ഗുഡ്. ഓക്കെ, കീർത്തി അതൊന്ന് പറയണോ? താനിപ്പോ ടൈപ്പ് ചെയ്തതൊന്ന് പറഞ്ഞേ. കീർത്തി Yes, ma'am. പറഞ്ഞോ. Physical health is the health of well-being of woman during the pregnancy, child and post-physical. യെസ്, വെരി ഗുഡ്. ഓക്കെ, അടുത്ത പോയിന്റ് പറഞ്ഞേ. മറ്റൊരാൾ പറഞ്ഞേ. ഒരമ്മയുടെ ശാരീരികമായിരിക്കണം. പറഞ്ഞോളൂ. പുതിയ സെല്ല് ഫോം ചെയ്യുമല്ലേ മാം? അപ്പൊ അതിനാവശ്യമായിട്ട് എപ്പോഴും മനസ്സ് നല്ല ശാന്തമായിട്ടിരിക്കുക, നല്ല പാട്ട് കേൾക്കുക, മെന്റലി നല്ല സപ്പോർട്ട് കൊടുക്കുക, നമ്മുടെ ഫാമിലിയിൽ നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയെടുക്കുക. യെസ്, ഫാമിലി മെമ്പേഴ്സില് ഇടയിൽ എന്താണ് നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ടായിരിക്കണം. പിന്നെ എന്താണ് ആള് വളരെ നല്ല ഫുഡ് കഴിക്കണം. യെസ്, അതിലേക്ക് നമുക്ക് വരാം. ഫുഡിന്റെ നല്ല കാര്യത്തിൽ ഹെൽത്തി ആയ ഫുഡ് കഴിക്കുക. സ്ട്രെസ് ആയിട്ടുള്ള ജോലികളിൽ നിന്നൊക്കെ ഒഴിവാവുക. മെന്റൽ സ്റ്റേറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത് മെന്റൽ ഹെൽത്ത് ആണ്. ഒരു ഗർഭിണിയുടെ മാനസിക ആരോഗ്യം എങ്ങനെയായിരിക്കണം നിലനിർത്തേണ്ടത് എന്നാണ് ചോദിക്കുന്നത് അല്ലെ. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ഫസ്റ്റില് എന്താണ് ഫാമിലി മെമ്പേഴ്സ് തന്നെയാണ്. പിന്നെ എന്തെല്ലാം കാര്യങ്ങള് പോസിറ്റീവ് ആയിട്ടിരിക്കാനായിട്ട് എന്തെല്ലാം കാര്യങ്ങള് മൈൻഡിന് കൂടുതൽ സ്ട്രെസ് ഒഴിവാക്കുക. ഒരുപാട് നല്ല സ്ഥലങ്ങളിൽ പോവാം. ലിസണിങ് മ്യൂസിക്, then travel അല്ലെ. ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. പുസ്തകങ്ങൾ വായിക്കാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നാച്ചുറൽ ആയിട്ട് കൂടുതൽ അടുത്തിരിക്കുമ്പോഴായിരിക്കും ഹാപ്പിനെസ് ഉണ്ടായിരിക്കാം. ചില സമയങ്ങളിൽ അങ്ങനെയായിരിക്കും. നാച്ചുറൽ എൻവയോൺമെന്റ്സ് ആയിട്ടും കൂടുതൽ ട്രാവലിങ്ങും അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരിക്കും ചിലത്. Okay. Then mother's readiness to have the child. Mother's readiness കേട്ടോ. റെഡിനെസ് എന്താണ്? ഒരു കുട്ടിയെ ജനിപ്പിക്കാനുള്ള അമ്മയുടെ ആ ഒരു സന്നദ്ധത അല്ലെ. കുട്ടിയെ ജനിപ്പിക്കാനുള്ള ഒരു അമ്മയുടെ ആ ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ എന്താണ് ആ വില്ലിംഗ് ആയിട്ടുള്ളൊരു മൈൻഡ് അല്ലെ. അതെന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മള് ഓൾറെഡി പ്രഗ്നന്റ് ആവുന്ന മലയാളം പറഞ്ഞുകൂടെ പറയാവോ ആ വേർഡിന്റെ? നമ്മൾ ഒരു കുഞ്ഞിന് കൊടുക്കുന്ന കെയറിംഗ് ആണോ മാം ഉദ്ദേശിക്കുന്നത്? ജനിപ്പിക്കാനായിട്ടുള്ള അമ്മയുടെ സന്നദ്ധ, അതായത് ആ ഒരു പ്രഗ്നന്റ് പീരീഡിൽ നമ്മുടെ ആ ഒരു 9 തയ്യാറെടുപ്പാണ്. തയ്യാറെടുപ്പ് നമ്മുടെ 9 months
മാനസികമായി അതിനുള്ള തയ്യാറെടുപ്പ്. മാനസികവും ശാരീരികമായും തയ്യാറാണ്. ഓക്കെ, റെഡി ആവുക മാനസികമായിട്ട് തന്നെ. എന്താണ്, ഞാനൊരു അമ്മയാകാൻ പോകുന്നു എന്നുള്ളൊരു അത് ആക്സെപ്റ്റ് ചെയ്തതിനു ശേഷം എന്താണ്, ആ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്തിനാണ് ഓരോ മന്ത്സും ഓരോ പ്രത്യേകമായിട്ടുള്ള ഫുഡ്സുകളും ന്യൂട്രിയൻസ് ഒക്കെ കഴിക്കുന്നത്, ആ കുഞ്ഞിന്റെ ഡെവലപ്മെന്റ്സിന് വേണ്ടിയിട്ടല്ലേ. ഓക്കെ, അപ്പൊ എന്താണ്, നമ്മളത് മാനസികമായിട്ടും ഇമോഷണലി ഫിസിക്കലി ഒക്കെ നമ്മൾ അതിന് പ്രിപ്പയർഡ് ആവുകയാണ്. അതിനെന്താണ്, ഒരു പ്രത്യേകമായ ഒരു മനസ്സ് വേണം അല്ലെ. ആ ഒരു മനസ്സിന് എന്താണ്, അത് നമ്മൾ അംഗീകരിച്ചേ കൊടുക്കണം. കാരണം എന്താണ്, ഏറ്റവും ലാസ്റ്റ് മൊമെന്റ് എന്താണ്, ഏറ്റവും പെയിൻഫുൾ ആയിട്ടാണ് നമ്മള് ആ ഒരു ഡെലിവറി പ്രോസസ്സ് കഴിയുന്നത്. ആ ഒരു ടൈം പീരീഡ് തന്നെ എന്താണ്, ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ഏറ്റവും മറക്കാനാവാത്ത അല്ലെങ്കിൽ എന്താണ്, ജീവിത ലക്ഷ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ് എന്താണ്, കുഞ്ഞിനെ ജന്മം നൽകുക എന്നത് അല്ലെ. എന്താണ്, വളരെ വലിയൊരു പ്രോസസ്സ് തന്നെയാണ്. ആ ഒരു 9th month പീരീഡ് എന്താണ്, എന്തെല്ലാം ഇമോഷൻസിലൂടെയാണ് ഒരു സ്ത്രീ കടന്നു പോകുന്നത്. അപ്പോ ആ ഒരു അറ്റംപ്റ്റിന് എന്താണ്, ആ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാനുള്ള ആ ഒരു തയ്യാറെടുപ്പിന് എന്താണ്, നമ്മളതിനെ മാനിച്ചേ മതിയാകും അല്ലേ. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രക്രിയയാണ് ഇത്. ഒരു 9 months ഒരു കുഞ്ഞിനെ വയറ്റിൽ ചുമക്കുക എന്ന് പറയുന്നത് അല്ല. ഓക്കെ, ന്യൂട്രീഷൻ ന്യൂട്രീഷൻ അടങ്ങിയിട്ടുള്ള ഫുഡുകളൊക്കെ ധാരാളം കഴിക്കണം. വെജിറ്റബിള്, മിൽക്ക്, ഡ്രൈ ഫ്രൂട്ട്സ് ഇതൊക്കെ നമ്മൾ കഴിക്കുക ആ ടൈമില്. ആൽക്കഹോള് ഇങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കുക. കുക്ക് ചെയ്യാത്ത ഫുഡുകള് അടങ്ങിയ ഫുഡ്. ഒരുപാട് വെള്ളം കുടിക്കാം. ഓക്കെ, ടീച്ചർ പറയട്ടെ. ന്യൂട്രീഷ്യൻസ് ഫുഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ഫുഡ്സ് പ്രോട്ടീൻ അടങ്ങിയ ഫുഡുകൾ, വൈറ്റമിൻസ് അടങ്ങിയ ഫുഡ്സുകൾ, ദെൻ മിൽക്ക് പ്രൊഡക്ട്സുകൾ അല്ലെ. അതുപോലെ എല്ലാ ന്യൂട്രീസ് ആയിട്ടുള്ള ഫുഡ്സുകളും ഓരോ മന്തിൽ അല്ലെ, ഓരോ മാസത്തിലും അനുസരിച്ചാണ് നമ്മളത് കഴിക്കുന്നത്. എല്ലാ മാസവും എന്താണ്, കൃത്യമായ രീതിയിൽ അത് ഉൾപ്പെടുത്താൻ സാധിക്കണമെന്നില്ല. കാരണം എന്താണ്, ഇപ്പൊ പ്രഗ്നൻസി ആയിട്ടുള്ള സ്ത്രീകൾക്ക് എന്താണ്, മോർണിംഗ് സിക്നസ്, അതുപോലെ തന്നെ എന്തെങ്കിലും ഛർദില് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുന്നതിനനുസരിച്ച് കൃത്യമായ രീതിയിൽ ന്യൂട്രീഷൻസ് ഒന്നും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അപ്പൊ എന്താണ്, 9 മാസം ഒരേ കാലയളവിലൊന്നുമല്ല നമ്മള് ന്യൂട്രീഷ്യസ് ഫുഡ് കഴിക്കുന്നത് അല്ലെ. ഒരു 3 months എന്ന് പറയുന്നത് എന്താണ്, 3 months നമ്മളതിൽ ശരിക്കും എന്താണ്, പ്രിപ്പയർഡ് ആയി വരുന്ന ഒരു ടൈമാണ്. 3 month ആവുമ്പോഴാണ് കറക്റ്റ് അതില് നമ്മുടെ സ്കാനിങ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ അതിൽ ഓക്കെ ആവുന്നത്. ഒരു പ്രഗ്നന്റ് വുമൺ ആണ് നമ്മൾ മാനസികമായിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നത് ഒരു 3 month കംപ്ലീറ്റ്ലി ആവുമ്പോഴാണ് അല്ലെ. ഓക്കെ, അതുവരെ കുറച്ച് ബുദ്ധിമുട്ടുകള്, റെസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നോർമലി ഒരു പ്രഗ്നൻസി പീരീഡ് ആണെങ്കിൽ. ആ ഒരു ടൈമിൽ നമുക്ക് എല്ലാ ന്യൂട്രീഷ്യസ് ഫുഡ്സുകളൊന്നും ഉൾപ്പെടുത്താനായിട്ട് സാധിക്കില്ല. ഒരു 4 months സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തുടങ്ങിയായിരിക്കാം എന്താണ്, ഇത്തരത്തില് പ്രോട്ടീൻസ് അടങ്ങിയ ഭക്ഷണങ്ങള്, മിൽക്ക് പ്രൊഡക്ട്സുകള്, മറ്റ് ഗ്രെയിൻസ്, നട്ട്സ് തുടങ്ങിയ എല്ലാ ഭക്ഷണങ്ങളും നമ്മൾ ഉൾപ്പെടുത്താൻ തുടങ്ങുന്നത്. ഓക്കെ, അപ്പൊ ഒരു ഗർഭിണിയുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു പ്രഗ്നൻസി പീരീഡിലെ ന്യൂട്രീഷൻസ്, അതായത് പോഷകാഹാരങ്ങളുടെ എന്താണ്, പോഷകാഹാരം കഴിക്കുന്നതാണ് ഏറ്റവും വലിയൊരു ആ കുഞ്ഞിനൊരു കൂടുതൽ അഡ്വാൻറ്റേജ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്, കുഞ്ഞിന്റെ വളർച്ചയെ സ്വാധീനിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ന്യൂട്രീഷ്യസ് ഫുഡുകൾ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, കുഞ്ഞിന്റെ കുഞ്ഞിന് വളർച്ച ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ന്യൂട്രീഷ്യസ് ഫുഡുകൾ ഉൾപ്പെടുത്തുന്നത്. ഡ്രഗ് ഓർ ആൽക്കഹോൾ ഇൻടേക്ക്. എന്താണ് ഡ്രഗ് ഓർ ആൽക്കഹോൾ ഇൻടേക്ക്? ഈ ഒരു പീരീഡില് എന്താണ് നമ്മൾ പറയുന്നത്? ആൽക്കഹോളും ഡ്രഗ്സും ഒന്നും കഴിക്കാൻ പാടില്ല. മയക്കുമരുന്നുകള്, ഡ്രഗ്സ്, ആൽക്കഹോൾ അല്ലെ. ഇത്തരത്തില് ലഹരി ഉയർത്തുന്ന യാതൊരു പദാർത്ഥങ്ങളും തന്നെ ഈ ഒരു പീരീഡിൽ ഉപയോഗിക്കാനായിട്ട് പാടുള്ളതല്ല. എന്തുകൊണ്ടാണ് അത് ഉപയോഗിക്കരുതെന്ന് പറയാൻ കാരണം? കുഞ്ഞിന്റെ ആരോഗ്യത്തെ ബാധിക്കും. കുഞ്ഞിന്റെ ആരോഗ്യത്തെ ബാധിക്കുന്നു. അമ്മയുടെ ആരോഗ്യത്തിനെ ബാധിക്കില്ലേ? നമ്മള് ഹെൽത്ത് ചെക്കപ്പുകളും ട്രീറ്റ്മെന്റുകളും കൃത്യമായിട്ട് ചെയ്യാം. ഓക്കെ, ഈ ഡ്രഗും ആൽക്കഹോൾസും ഒക്കെ ഉപയോഗിക്കുന്നത് വഴി എന്തായിരിക്കാം ഉണ്ടാകുന്ന ഒരു പ്രത്യാഘാതം എന്ന് പറയുന്നത്? മെന്റലി പ്രോബ്ലംസ് ഉണ്ടാവും കുട്ടിന്. മെന്റൽ പ്രോബ്ലം ഉണ്ടായിരിക്കും കൊച്ചിന്. ഒരു പോയിന്റ് കൂടി ഉണ്ട്, നിങ്ങളത് പറയുന്നില്ലല്ലോ.
അമ്മയ്ക്കും ഡിപ്രഷൻ അങ്ങനത്തെ അമ്മയുടെയും മെന്റൽ സ്റ്റേജ് വീക്ക് ആയിരിക്കും ഈ ലഹരി പദാർത്ഥങ്ങൾ സെല്ലൊക്കെ ഗ്രോ ചെയ്യുന്ന കറക്റ്റ് ആയിട്ട് വരത്തില്ലല്ലോ. ഓക്കെ, എങ്കിലും ഒരു പോയിന്റ് കൂടി ഉണ്ട്, പറയും. കുട്ടിയുടെ ശാരീരിക വളർച്ചയെ ബാധിക്കുന്നു ആണോ? ഓക്കെ, കുട്ടിയുടെ ശാരീരിക വളർച്ച ബാധിക്കുന്നു. ഓക്കെ, പിന്നെ കുട്ടിക്ക് ആവശ്യമില്ലാത്തതാണല്ലോ ഈ ആൽക്കഹോളും ഡ്രഗ്സും ഒക്കെ. അതൊക്കെ കുട്ടിക്ക് നെഗറ്റീവായിട്ട് ഭയങ്കരമായിട്ട് ബാധിക്കത്തില്ലേ? ഓക്കെ, നമുക്ക് ഫിസിക്കലി ആയിട്ടും പ്രോബ്ലംസ് ഉണ്ടാവുമ്പം അത് നമ്മളെ മനസ്സിനെയും ബാധിക്കില്ലേ? ഓക്കെ, അതൊക്കെ ശരി. എങ്കിലും ഒരു കാര്യം കൂടി ഉണ്ട്. ഹെൽത്തിന് പ്രോബ്ലം എന്താണ്? ജനിക്കണേന് മുന്നേ കുട്ടി ലഹരിയുടെ അഡിക്ഷനിലാവോ ഇങ്ങനെയൊക്കെ ആവുമ്പോ? നിങ്ങളൊരു പോയിന്റ് ഇപ്പോഴും പറയുന്നില്ല. അബോർഷന് ചാൻസ് ഉണ്ടെന്നാണോ ടീച്ചറെ? വെരി ഗുഡ്, അതല്ലേ ഏറ്റവും ഇമ്പോർട്ടന്റ്. അബോർഷനാണ് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്, അല്ലെ? ഡ്രഗ്സ് ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത്, നിരോധിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ട് തന്നെയാണ്? ഏറ്റവും കൂടുതൽ യെസ്, മെന്റലി ഹെൽത്തും അതൊന്നുമല്ല, അബോർഷനാണ് ഏറ്റവും കൂടുതൽ ചാൻസസ് വരുന്നത്. ഇത്തരത്തില് ആൽക്കഹോൾസ്, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് വഴി എന്താണ് കൂടുതൽ അബോർഷന് ചാൻസസ് ഉണ്ടാകുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് പാടുള്ളത്. Any accidents, എന്താണ് any accidents ഈ ഒരു പീരീഡിൽ ഏതെങ്കിലും അപകടങ്ങൾ, എന്തൊക്കെ അപകടങ്ങളായിരിക്കാം? എവിടെയെങ്കിലും വീഴുക, ഗർഭിണി ബോട്ടിൽ അടിക്കുമ്പോൾ വീണാലൊക്കെ അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. കൂടെ ഒക്കെ സഞ്ചരിച്ചു കഴിയുമ്പോ യെസ്, വെരി ഗുഡ്, അല്ലെ? നമ്മള് നിങ്ങൾക്ക് ഡോക്ടേഴ്സിന് എന്താണ് പറയാറുള്ളത്? കൂടുതൽ യാത്ര ചെയ്യുന്നത് ഏത് വാഹനത്തിലാണ് യാത്ര ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? 2 വീലറിൽ യാത്ര ചെയ്യരുത്, ബൈക്ക് അതിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ തലകറക്കം അനുഭവപ്പെടുമല്ലോ. 2 വീലേഴ്സ് ഒഴിവാക്കണം. പിന്നെ ഓട്ടോറിക്ഷയിലൊക്കെ പോയാൽ കുലുങ്ങി എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം. ഈ കുണ്ടുകുഴിയൊക്കെയുള്ള റോഡുമ്പോ കൂടെ പോകുന്നത് ഓഫ് റോഡ് ഒഴിവാക്കുക. അപകടം വരുന്ന ഏതൊരു സാധ്യതകളും നമ്മൾ ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ്, അല്ലെ? അപ്പൊ പ്രധാനമായും സ്ലിപ്പായി വീഴുന്നതൊക്കെ. ടോയ്ലറ്റ്, അല്ലെ? ടോയ്ലറ്റ് വാഷ്റൂമിലൊക്കെ കയറുമ്പോൾ എന്താണ് തെന്നി വീഴാനായിട്ട് ചാൻസസ് ഉണ്ട്. അപ്പൊ എന്താണ് അങ്ങനെ വീഴുന്ന വഴി എന്താണ് അബോർഷൻ ഉണ്ടാകാനും ചാൻസസ് ഉണ്ട്, അല്ലെ? ഓക്കെ, ഇറക്കം കൂടിയ ഡ്രസ്സുകളൊക്കെ ഇടുമ്പോൾ വീഴാൻ ചാൻസ് ഉണ്ടായിരുന്നു. എന്താണ് ഹീൽസ് ഇടുന്ന സമയത്ത്? യെസ്, വെരി ഗുഡ്. ഹീൽസുകൾ, അല്ലെ? ചപ്പൽസുകൾ എന്താണ് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് ഉപയോഗിച്ചില്ലെങ്കിൽ എന്താണ് പ്രത്യേകിച്ച് ഗർഭിണികളൊന്നും തന്നെ ഹീൽസുകൾ ഉപയോഗിക്കാൻ പാടുള്ളതില്ല. ഓക്കെ, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ എപ്പോഴും ഒരു അപകടം നമ്മളിൽ പതുങ്ങിയിരിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ ഇവിടെ പ്രീനാറ്റൽ സ്റ്റേജില് പ്രധാനമായിട്ടും ഇത്തരം കാര്യങ്ങളാണ് ഒരു കുട്ടിയുടെ വളർച്ചയെ, അതായത് നമ്മുടെ എൻവയോൺമെന്റിൽ നമ്മൾ എന്താ പഠിക്കുന്നത്, എന്താ പറയുന്നത്? നമ്മള് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആണ് നമ്മുടെ ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെയും അഫക്ട് ചെയ്യുന്ന എൻവയോൺമെന്റൽ ഫാക്ടർ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെ? അപ്പൊ അതിൽ പ്രീനാറ്റൽ സ്റ്റേജില് ഇത്തരം കാര്യങ്ങൾ, അല്ലെ? ഒരു മെറ്റേണൽ ഹെൽത്ത്, അമ്മയുടെ ആ ഒരു മാനസികാരോഗ്യം, ദെൻ ഫിസിക്കൽ ആയിട്ടുള്ളത്, ദെൻ ഒരു അമ്മയാകാനുള്ള ഒരു തയ്യാറെടുപ്പ്, ദെൻ അഡ്മിഷൻസ്, ഫുഡ്സുകള്, ഡ്രഗ്സുകള്, ഇനി ആക്സസ്, ഇത്തരം കാര്യങ്ങളൊക്കെ എന്താണ് ഒരു പ്രീലാറ്ററൽ സ്റ്റേജിലാണ് വരുന്നത്. അത് നമ്മുടെ എൻവയോൺമെന്റൽ ഫാക്ടർ ആണ്. ഒരു ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെയും അഫക്ട് ചെയ്യുന്ന, സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. ഓക്കെ, എന്തെങ്കിലും ഒരു സംശയം ഉണ്ടോ അതില്? പ്രീനാറ്റൽ സ്റ്റേജില്? ഓക്കെ, ഇനി അപ്പൊ നമ്മൾ പറഞ്ഞത് പ്രസവത്തിന് മുമ്പുള്ള ഒരു ടൈമാണ് ആയസ്. നമ്മൾ എന്താണ് പ്രിപ്പയർഡ് ആവുന്ന ടൈമിലേക്ക് ഒരു മെസ്സേജ് ആണ് കണ്ടത്. പ്രിപ്പയർഡ് ആവുന്ന ടൈമിൽ നമ്മൾ എന്താണ് ഫോളിക് ആസിഡ് സ്റ്റാർട്ട് ചെയ്യും, അല്ലെ? അപ്പൊ അമ്മയാകാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും എന്താണ് ഡോക്ടേഴ്സിനെ പോയി കാണുന്നു, അതിനുശേഷം എന്താണ് മെഡിസിൻ എടുക്കുന്നു. ഫോളിക് ആസിഡ് എന്തിനു വേണ്ടിയാണ് കഴിക്കുന്നത്?
കുഞ്ഞിന് ബോൺസിന്റെ ഒക്കെ വളർച്ചയ്ക്ക് വേണ്ടി. ഓക്കെ. അപ്പൊ ഇതൊക്കെ പ്രസവത്തിന് മുമ്പുള്ള ഒരു സ്റ്റേജസ് ആണ് അല്ലെ. ഇത്തരം കാര്യങ്ങൾ പ്രസവത്തിന് മുമ്പ് നല്ല കൃത്യമായ രീതിയിൽ നയിക്കുകയാണെങ്കിൽ എന്താണ് ആ ജനിക്കുന്ന കുഞ്ഞിന് യാതൊരുവിധ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ തന്നെ ആ ഡെലിവറി പ്രോസസ്സ് നല്ല രീതിയിൽ നമുക്കത് എന്താണ് അതിൽ നിന്ന് ഇറങ്ങി വരാനായിട്ട് ചാൻസ് ഉണ്ട് അല്ലേ. ഇനി പോസ്റ്റ് നാറ്റൽ പീരീഡിൽ അതായത് പ്രസവത്തിന് ശേഷമുള്ള പീരീഡ് എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്? ഒരു പ്രസവാനന്തരം എന്തെല്ലാം കാര്യങ്ങളാണ് വരുന്നത്? ഫിസിക്കൽ എൻവയോൺമെന്റ് ആണ് ഫസ്റ്റ് പറയുന്നത്. ഒരു പോസ്റ്റ് നാറ്റൽ പീരീഡിലെ ഫിസിക്കൽ എൻവയോൺമെന്റ് അതായത് ഭൗതിക പരിസ്ഥിതി. ഒരു ഭൗതിക പരിസ്ഥിതി നമുക്ക് ചുറ്റുമുള്ള ഇപ്പൊ നമ്മളൊരു ഡെലിവറി ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷമുള്ള നമ്മൾക്ക് ചുറ്റുമുള്ള ചുറ്റുപാട് എങ്ങനെയായിരിക്കണം? ന്യൂ ബോൺ ആയതുകൊണ്ട് വളരെ ക്ലീൻ ആയിരിക്കണം. സൈലന്റ് ആയിരിക്കണം, പിന്നെ വൃത്തി ഉണ്ടായിരിക്കണം, ഹൈജീൻ ഉണ്ടായിരിക്കണം നല്ല. അവിടെ ഫസ്റ്റ് പോയിന്റ് എന്താണ് നമ്മൾ ശ്രദ്ധിക്കണം. ഫിസിക്കൽ എൻവയോൺമെന്റിന്റെ കീഴിൽ വരുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത് കേട്ടോ. ഇത് നമ്മുടെ ഭൗതിക പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് പോസ്റ്റ് നാറ്റൽ സ്റ്റേജിൽ എന്തെല്ലാം കാര്യങ്ങൾ വരുന്നു ശ്രദ്ധിക്കണേ. ഫസ്റ്റ് പോയിന്റ് ആണ് ഫിസിക്കൽ എൻവയോൺമെന്റ്. അതിൽ വരുന്നതാണ് ഫസ്റ്റ് കേട്ടോ എന്താണ് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ. ഏത് രീതിയിലുള്ള ലിവിങ് കണ്ടീഷൻസ് ആയിരിക്കണം ഒരു പോസ്റ്റ് നാറ്റൽ പീരീഡിൽ ഉണ്ടാവേണ്ടത്? നല്ല ഹൈജീൻ ആയിട്ടുള്ള. ഒരു സെക്കൻഡ് ഓക്കെ. ലിവിങ് കണ്ടീഷൻസ് ഓക്കെ പറഞ്ഞോളൂ. നമ്മുടെ ഫാമിലിയിലെ എല്ലാ മെമ്പേഴ്സും ആ കുഞ്ഞിന് വേണ്ടിയിട്ട് തയ്യാറായിരിക്കണം. കുട്ടിക്ക് ഇടുന്ന ഡ്രസ്സ് തൊട്ട് എല്ലാം നല്ല ക്ലീൻ ആൻഡ് ഹൈജീൻ ആയിരിക്കണം. പ്രഗ്നന്റ് ഡെലിവറി കഴിഞ്ഞിട്ട് ആരോഗ്യം വളരെ വീക്ക് ആയിരിക്കും. അപ്പോ അമ്മയുടെ ആരോഗ്യം കുട്ടിയുടെ ആരോഗ്യം അതല്ല ഉദ്ദേശിക്കുന്നത്. ഹലോ നമ്മൾ പറയുന്നത് ലിവിങ് കണ്ടീഷൻസ് ആണ്, ജീവിതത്തിലെ സാഹചര്യങ്ങളാണ്. ഒരു പോസ്റ്റ് നാറ്റൽ പീരീഡിലെ നമ്മുടെ സിറ്റുവേഷൻസ് എങ്ങനെയായിരിക്കണം? വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിരിക്കണം. ഓക്കെ. നല്ല രീതിയിലുള്ള ഒരു എൻവയോൺമെന്റ് ആയിരിക്കണം അല്ലെ, നല്ല സാഹചര്യങ്ങളായിരിക്കണം. ഒരുപാട് ഒരു കുഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ അതിന് മുന്നുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കോ പിന്നീട് അങ്ങോട്ട്? ആ കുഞ്ഞിന് വേണ്ടിയിട്ട് നമ്മൾ പല ആഗ്രഹങ്ങളും നമ്മൾ മാറ്റി വെക്കേണ്ടി വരും. ഓക്കെ. ഇപ്പോഴൊക്കെ ഡിപ്രഷൻസ് കൂടുതലുള്ള സമയമാണ് ഡെലിവറിക്ക് ശേഷം. അതാണ് ലിവിങ് കണ്ടീഷൻസ് വ്യത്യാസം വരുന്നുണ്ട്. കാരണം എന്താണ്? ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവുന്ന സമയല്ലേ. ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ എന്താണ് അമ്മയ്ക്ക് പെട്ടെന്ന് നമ്മളിപ്പോ ഒരു അമ്മയായി അല്ലെ, അമ്മയായി കഴിയുമ്പോൾ നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്തെടുക്കാനായിട്ടും എന്താണ് പ്രത്യേകം സമയമെടുക്കും, ഒരുപാട് സമയമെടുക്കും. പിന്നെന്താണ് നമ്മളിൽ തന്നെ എന്താണ് ഡിപ്രസ്ഡ് ആയിട്ടൊരു മൈൻഡ് ആയിരിക്കുള്ളൂ. ഹാപ്പിയാണ് എന്നിരുന്നാലും എന്താണ് ഒരു കുഞ്ഞിനെ പെട്ടെന്നൊക്കെ ഒന്ന് നമ്മൾ ആ സിറ്റുവേഷൻ ആയിട്ട് അക്സെപ്റ്റ് ചെയ്ത് വരുന്നുള്ളൂ. ഇപ്പൊ എന്താണ് രാത്രി കുഞ്ഞു എന്താണ് ഒരുപാട് ലേറ്റ് ആയിട്ടാണ് ഉറങ്ങിയെന്ന് വിചാരിക്കുക, ഒരുപാട് ലേറ്റ് ആവും. നമ്മള് 9 മണിക്ക് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങിയെന്നാൽ ആ ഒരു പീരീഡ് ആയിരിക്കാം. പക്ഷെ ഒരു കുഞ്ഞ് വന്നതിന് ശേഷം എന്താണ് നമ്മുടെ എല്ലാ റുട്ടീൻസും ഒക്കെ അല്ലെ, റുട്ടീൻസ് മാറുന്നു. അപ്പൊ എന്താണ് ഉറങ്ങാൻ പറ്റുന്നില്ല. രാത്രി ഫുൾ എന്താണ് കുഞ്ഞിനെ ഉണർന്നിരുന്ന് കുഞ്ഞിനെ നോക്കുന്നു, കുഞ്ഞിന് പാല് കൊടുക്കുന്നു. അപ്പൊ എന്താണ് നമ്മളവിടെ നമുക്ക് എന്താ സംഭവിക്കുന്നത്? അപ്പൊ ഈ രാത്രിയൊക്കെ നമ്മള് മെന്റലി ആയിട്ടും ഫിസിക്കലി ആയിട്ടും വീക്ക് ആവും. യെസ്, വെരി ഗുഡ്. നമ്മളുടെ മെന്റൽ പീസും ഫിസിക്കൽ പീസും ഒക്കെ ഫുള്ള് പോകും. നമ്മളുടെ ബോഡി ടോട്ടലി എന്താണ് ഒരു കുറച്ച് നാളത്തേക്ക് നമ്മൾ അതൊന്ന് പൊരുത്തപ്പെട്ട് വരാനായിട്ട് ഒരുപാട് സമയം എടുക്കും. അതിന് ഫാമിലിന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് റിക്കവർ ചെയ്യാൻ പറ്റുള്ളൂ. യെസ്, പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ആണ് ആ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് അല്ലെ.
പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് പറഞ്ഞത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമുക്ക് നമ്മുടെ ഫീലിങ്സ് ഒരിക്കലും ആരോട് പറയാനോ അല്ലെങ്കിൽ അത് ആർക്ക് പറഞ്ഞാൽ മനസ്സിലാവാത്തൊരു ഒരു ഇമോഷനാണ് ആ ഒരു പീരീഡിൽ കടന്നു പോകുന്നത്. നമ്മൾക്ക് എന്താണ് ദേഷ്യവും സങ്കടവും ഒക്കെ ഒരുമിച്ച് വരുന്ന ഒരു അവസ്ഥ. അതായത് നമ്മുടെ മെൻസ്ട്രൽ പീരീഡിന് ശേഷം നമ്മൾ കണ്ടേക്കാവുന്ന മറ്റൊരു ഭീകരമായ ഒരു അവസ്ഥയാണ് എന്ത് ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത്. അല്ലേ? ഇതിൽ പലരും അനുഭവിച്ചിട്ടുണ്ടോ? ഉണ്ടോ? നമ്മുടെ ഫീലിങ്സും നമ്മുടെ ബുദ്ധിമുട്ടുകളും മറ്റൊരാൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് അനുഭവിക്കുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. യെസ്. ചില ആൾക്കാർ പറഞ്ഞിട്ട് കുട്ടി അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് കുറെ കമന്റ്സ് ഉണ്ടാവുമല്ലോ പുറത്തുനിന്ന് വന്ന് വരുന്ന ആൾക്കാർ. അപ്പോ അത് എന്തായാലും അമ്മയ്ക്ക് നന്നായിട്ട് ബാധിക്കുമല്ലോ. ചില ആൾക്കാർക്ക് നല്ലോണം എഫക്റ്റ് ആവും. കുട്ടി കറുത്തിട്ടാണ് വെളുത്തിട്ടാന്നുള്ള ഓരോരോ കമന്റ്സ് ഉണ്ടാവുമല്ലോ. ഓൾഡ് ജനറേഷൻ ആകുമ്പോൾ ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത് അറിയ പോലുമില്ല. അവര് പറയും നോർമൽ ആയിട്ടുള്ള ഒരു പ്രസവം മാറി. വ്യത്യാസമാണ് നമ്മളുടെ ഈ ഒരു ജനറേഷൻ എന്ന് പറയുമ്പോൾ കുറെ കൂടെ അഡ്വാൻസ്ഡ് ആണ്. അന്നത്തെ കാലഘട്ടത്തിൽ ആ ഒരു പ്രസവാനന്തര പീരീഡ് എന്ന് പറയുന്നത് എന്താണ് ഭയങ്കരമായിട്ട് കെയർ ചെയ്ത് ഇപ്പൊ പുറത്തു പോലും വരില്ലായിരുന്നു സ്ത്രീകള്. പ്രസവിച്ച സ്ത്രീകളെ പുറത്തു പോലും വരാതെ ഒരു റൂമിൽ തന്നെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഒക്കെ ആയിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ. അപ്പൊ ആ ഒരു കൾച്ചറിന്റെ ഭാഗമായിട്ടാണ് അത് എന്താണ് അവർ ആ ഒരു ഒതുങ്ങിയ ഒരു ജീവിതത്തിലേക്ക് അവർക്ക് വേറെ ഫീലിങ്സ് ഒന്നും പറയാനോ നമ്മളെപ്പോലെ ഇന്നത്തെ പോലെ ഇതൊന്നും പറയാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടുണ്ടാവും. അതൊക്കെ എന്താണ് അവർ സ്വയം ചിലപ്പോ അഡ്ജസ്റ്റ് ചെയ്ത് കുട്ടിക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്ത് പോയിട്ടുണ്ടോ. നമ്മൾ അങ്ങനെ ചെയ്യണില്ല എന്നല്ല പറയുന്നത്. പക്ഷെ ഇന്നത്തെ ജനറേഷനിൽ എന്താണ് ഇപ്പൊ നമ്മളുടെ ഒരു ആള് പ്രഗ്നന്റ് ആയ അത് പോസിറ്റീവ് ആയി തുടങ്ങി ഈ അതായത് ഡെലിവറി സ്റ്റേജ് കഴിയണ വരെയുള്ള റീൽസുകൾ നമ്മൾ കാണാറില്ലേ? ഇല്ലേ പിള്ളേരെ? സോഷ്യൽ മീഡിയ ഡാൻസ് കളിച്ചിട്ട് പോകുന്നത് പ്രസവിക്കാണ്. സോഷ്യൽ മീഡിയ വന്നതുകൊണ്ട് കൂടുതൽ ഹസ്ബൻഡ്സിനൊക്കെ ഇതിനെ കുറിച്ച് നന്നായുള്ള ഒരു ബോധം ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ. ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ഇതിപ്പോ മനസ്സിലാവാൻ തുടങ്ങിയത് ഇപ്പൊ ഈ ഒരു റീൽസില് അല്ലെ സോഷ്യൽ മീഡിയയിൽ വരുന്ന റീൽസ് കണ്ടിട്ടാണ്, മെറ്റേണിറ്റി ഷൂട്ട്സുകൾ അതൊക്കെ കണ്ടിട്ടാണ് അയ്യോ ഞാനും ഈ ഒരു സിറ്റുവേഷൻസിൽ കൂടിയാണല്ലോ കടന്നു പോയെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് അല്ലെ. അതവര് റീക്രിയേറ്റ് ചെയ്ത് കാണിക്കുന്നു. അവരത് ഭയങ്കര ഷൂട്ട് ചെയ്യാൻ വേണ്ടിയുള്ള പേർപ്പസിൽ കാണിക്കുന്നുള്ളൂ. പക്ഷെ അവരുടെ എല്ലാ ഫീലിങ്സും അതിൽ കാണിക്കുന്നില്ല. പക്ഷെ ആ വീഡിയോസ് കണ്ടപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മളും ഈ സിറ്റുവേഷൻസ് കൈകാര്യം ചെയ്തവരാണ്. പക്ഷെ നമ്മളെ റീൽസ് എടുക്കാനോ വീഡിയോസ് എടുക്കാനോ ഒന്നും ആരും ഉണ്ടായിരുന്നത്, സപ്പോർട്ട് ചെയ്യാനോ ആരും ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊക്കെ ഇപ്പൊ ഒരു വലിയ ആഘോഷമായിട്ടാണ് സോഷ്യൽ മീഡിയ കൊണ്ടുനടക്കുന്നത് അല്ലെ? ശരിയല്ലേ? സോഷ്യൽ മീഡിയ എപ്പോഴും ഒരു പോസിറ്റീവ് ആയിട്ടുള്ളത് മാത്രമല്ലേ കാണിക്കൂ, നെഗറ്റീവ് ആയിട്ടുള്ള ഒരു മെസ്സേജ് നമുക്ക് തരത്തില്ലല്ലോ. ഓക്കെ, രണ്ടും ഉണ്ട്, നെഗറ്റീവ് ഉണ്ട് പോസിറ്റീവ് ഉണ്ട്. നെഗറ്റീവ് വീഡിയോസ് കാണിക്കാറുണ്ട്. ഇപ്പൊ എമർജൻസി ഡെലിവറി പീരീഡിലേക്ക് അതൊക്കെ കാണിക്കുന്നുണ്ടല്ലോ റീൽസില്. നിങ്ങൾ എല്ലാവരും റീൽസ് ഒക്കെ കാണുന്നല്ലേ? ഷോർട്ട് വീഡിയോസ് ഒക്കെ കാണുന്നവരല്ലേ? അതെ 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 അതെ. അപ്പൊ ലിവിങ് കണ്ടീഷൻസ് ഏറ്റവും പ്രധാനമല്ല. നമ്മുടെ ജീവിത സാഹചര്യങ്ങള് ഒരു ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെയും അഫക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, then play space and environment. Play space and environment. എന്താണ് play space and environment? പ്ലേ സ്പേസും എൻവയോൺമെന്റും ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? കുട്ടികൾക്ക്. കളികൾ അല്ലെ, അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പീരീഡാണ് എന്താ ഒരു പ്ലേ സ്പേസ്. ടെക്സ്റ്റിന്റെ സ്ക്രീൻ കാണുന്നില്ല. സെക്കൻഡ് കാണുന്നുണ്ടല്ലോ. കാണുന്നുണ്ടോ? ഇല്ല, സ്ക്രീൻ ഷെയർ ചെയ്തിരുന്നത് കാണുന്നില്ല നോട്ട്. എന്നെ കാണാമോ? ഇത്ര നേരം മിസ്സിന്റെ ഫോട്ടോ കണ്ടിരുന്നില്ല, ഇപ്പോഴും മിസ്സിനെ കാണാൻ തുടങ്ങി, നോട്ട്സ് കാണുന്നില്ല. കാണാമോ? നോട്ട്സ്
കാണുന്നത്. രണ്ടും കാണുന്നു, രണ്ടുപേരെയും കാണുന്നില്ല. PDF കാണുന്നില്ല, എന്നെയും കാണുന്നില്ല. മാമിനെ കാണാം, കാണുന്നുണ്ട്. നോട്ട്സ് കാണുന്നില്ല. മാമിനെ കാണുന്നുണ്ട്, PDF ഉണ്ട്. നോട്ട് കാണുന്നില്ല. ഇതുവരെ രണ്ടും കണ്ടുണ്ടായിരുന്നു. ഇപ്പോഴോ? ഇപ്പൊ കാണാം. ഓക്കെ. ഇപ്പൊ കാണാം. പ്ലേ സ്പേസ് ആൻഡ് എൻവയോൺമെന്റ്. ഇപ്പൊ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് അവിടെ വരുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ്? പ്ലേ സ്പേസ് ആൻഡ് എൻവയോൺമെന്റ്. കുഞ്ഞിന് മുട്ടുകുത്താനുള്ള സ്പേസ്, അതുപോലെ നടക്കാനുള്ളത്, അങ്ങനെ. അതായത് കുഞ്ഞിന്റെ എല്ലാ മൂവ്മെന്റ്സുകളും ഈ ഒരു എൻവയോൺമെന്റിൽ നല്ല രീതിയിൽ അവർക്ക് കൊടുക്കുക എന്നതാണ് അല്ലെ. ഓരോ മൂവ്മെന്റും അവരുടെ ഓരോ ഗ്രോത്തിനെ സ്വാധീനിക്കുന്നതാണ്. അതായത് കുഞ്ഞ് ആദ്യം എന്താ ചെയ്യുന്നത്? ഏത് രീതിയിലുള്ള കളികളാണ് കളിക്കുന്നത്? ഡെവലപ്പ് ചെയ്യുന്ന ടൈമാണല്ലോ അത്. അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കണം. ഒന്നും കേട്ടില്ലടോ, ഒന്നുകൂടി ആദ്യം തൊട്ടിൽ കിടന്നിട്ട് ഈ ടോയ്സ്, ഇങ്ങനെ കളേഴ്സ് ഒക്കെ കണ്ടിട്ടുള്ള ഇതായിരിക്കും കുട്ടികളുടെ. അത് കഴിഞ്ഞിട്ടായിരിക്കും കുഞ്ഞിനെ അങ്ങനെ ഒരു എൻവയോൺമെന്റ്, കളിക്കാനുള്ള എൻവയോൺമെന്റ് നമ്മളാണ് അത് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത് അല്ലെ. അതായത് തൊട്ടിലെടുക്കുന്നു, അല്ലെങ്കിൽ താഴെ കുഞ്ഞിനെ പായ വിരിച്ചിട്ട് കുറെ കളിപ്പാട്ടങ്ങളൊക്കെ ആയിട്ട് ആ ഒരു സ്പേസ് അവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും. ഓരോ മൂവ്മെന്റിനും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. യെസ്. ഓക്കെ, ഓരോ ഒബ്ജക്ട്സുകൾ തിരിച്ചറിയാനായിട്ട് സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നത് ആര് തന്നെയാണ്? നമ്മൾ തന്നെയാണ്. അങ്ങനെ ഒരു ലിവിങ് കണ്ടീഷൻ, നല്ലൊരു എൻവയോൺമെന്റ് നമ്മള് കുഞ്ഞിന് കാണിച്ചു കൊടുക്കുന്നത്. ഓക്കെ, നമ്മൾ കാണിച്ചു കൊടുക്കുന്നതാണ് അവരുടെ ഓരോ ഗ്രോത്തിനെയും സ്വാധീനിക്കുന്നത്. Then health and nutrition. Health and nutrition. നല്ല ഹെൽത്തി ആയിട്ടുള്ള 6 മാസം കഴിഞ്ഞാല് നല്ല ഫുഡുകൾ കൊടുക്കുമല്ലോ. 6 മാസം നമ്മൾ 6 മാസം വരെ കുഞ്ഞിന് മുലപ്പാൽ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. അതാണ് കുട്ടിക്ക് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളത്. 6 മാസം കുഞ്ഞിന് മുലപ്പാൽ കിട്ടേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, പിന്നെ എന്തൊക്കെ ഫുഡുകളാണ് ഉൾപ്പെടുത്തേണ്ടത്? 6 മാസത്തിന് ശേഷം കുട്ടിയുടെ കുറുക്ക് രൂപത്തിലുള്ള, കുട്ടിക്ക് എന്താ പറയാ, ഡൈജഷൻ നടക്കുന്ന രീതിയിലുള്ള ഭക്ഷണം കൊടുക്കാൻ ശ്രമിക്കുക. റാഗി, റൈസ് അങ്ങനെയുള്ളതൊക്കെ കൊടുക്കാൻ പറ്റും. റാഗി റൈസ് അല്ലെ, കുറുക്ക് രൂപത്തിലുള്ള ലിക്വിഡ് ആയിട്ടുള്ള പദാർത്ഥങ്ങൾ നമ്മൾ പതിയെ കൊടുത്തു കൊടുക്കും. അതിനുശേഷം എന്താണ്, അതിലെന്തെല്ലാം ഉൾപ്പെടുന്നുണ്ട്? ഈ കുറുക്ക് രൂപത്തിൽ കൊടുക്കുന്ന ഭക്ഷണങ്ങൾ എന്തെല്ലാം ഉൾപ്പെടുന്നുണ്ട്? പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം, വൈറ്റമിൻസ്, മിനറൽസ് എല്ലാം അടങ്ങിയ ഭക്ഷണങ്ങളായിരിക്കണം കുട്ടിക്ക് കൊടുക്കേണ്ടത്. നമ്മള് എന്താണ്, കായപ്പൊടി, എന്തൊക്കെയാണ്, റാഗിപ്പൊടി, പിന്നെ സൂചി ഗോതമ്പ് കൊടുക്കും. സൂചി, ഓക്കെ, നവധാന്യങ്ങള് അല്ലെ, ഇതെല്ലാം എന്താണ് കുറുക്ക് രൂപത്തില് അല്ലെ. നവധാന്യങ്ങൾ കൊടുക്കാറില്ലേ? എല്ലാ നവധാന്യങ്ങളും പൊടിച്ചിട്ട് അമൃതപ്പൊടി കൊടുക്കും. ബനാനന്റെ കായപ്പൊടി ഇല്ലേ, ചെയ്ത് കൊടുക്കാം. ഓക്കെ. അതിനുശേഷം ഒരു 6 മാസമൊക്കെ കഴിഞ്ഞ് ഒരു 8-9 മാസമൊക്കെ ആകുമ്പോൾ എങ്ങനെയൊക്കെയുള്ള ഫുഡുകളാണ് കൊടുക്കുന്നത്? നമ്മൾ കഴിക്കുന്ന ഫുഡിനൊക്കെ അവർക്ക് പരിചയപ്പെടുത്തി കുറച്ച് കൊടുക്കാനാണ്. നമ്മൾ കഴിക്കുന്ന ഫുഡ്സിന് കുറച്ച് കൊടുക്കുന്നു. അല്ലാതെ പിന്നെ നമ്മള് വെജിറ്റബിൾസ് റോ ആയിട്ട് വേവിച്ചു കൊടുക്കുന്നു അല്ലെ. വെജിറ്റബിൾസ് ഏതൊക്കെ വെജിറ്റബിൾസ് നമുക്ക് വേവിച്ചു കൊടുക്കാം കുഞ്ഞുങ്ങൾക്ക്? വേവിച്ചു കൊടുക്കണം. പരിപ്പ് കൊടുക്കാം. ബീറ്റ്റൂട്ട്, ക്യാരറ്റ്, പൊട്ടറ്റോ ഏറ്റവും കൂടുതൽ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ആണ് നമ്മൾ കൊടുക്കാറ് അല്ലെ. പിന്നെ ആപ്പിള് പുഴുങ്ങി. വെജ് ഫ്രൂട്ട്സിൽ എന്തെല്ലാം നൽകും നമ്മൾ? ഫ്രൂട്ട്സ്, ബനാന, ഓക്കെ. അപ്പൊ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പിന്നെ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങള്, പ്രോട്ടീൻസ്, മിൽക്ക് പ്രൊഡക്ട്സുകള്, നട്ട്സുകള് അല്ലെ,
സിറൽസ്, ഇതെല്ലാം തന്നെ നമ്മൾ ആ ഒരു പീരീഡില് കൊടുക്കുന്നത് അവരുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ്. അവർക്ക് നല്ല രീതിയിലുള്ള ഹെൽത്തി ആയിട്ട് ഇരിക്കാനുള്ള ഒരു പോഷകാഹാരങ്ങളാണ് കുഞ്ഞിനെ നമ്മൾ ആ ഒരു പീരീഡില് കൊടുക്കുന്നത്. അതൊരു 3 to 6 years വരെ അല്ലെ 3 to 6 ഏജ് വരെയെങ്കിലും ആ ഒരു രീതിയിലെ ന്യൂട്രീഷൻസ് കുഞ്ഞിന് അത്യാവശ്യമായിട്ട് നൽകേണ്ടതാണ്. അതുപോലെ തന്നെ മിൽക്ക് പ്രൊഡക്ട്സ്, മുട്ട, പാല് എല്ലാം ഓക്കെ. ആവിയിൽ പുഴിയ ഭക്ഷണങ്ങളെല്ലാം നിങ്ങൾക്കറിയാം, ഓക്കെ എനിക്കറിയാം. അത്തരത്തിലുള്ള ഫുഡ്സുകൾ, ന്യൂട്രീഷ്യസ് ഫുഡുകളാണ് ഒരു കുഞ്ഞിന്റെ ആരോഗ്യത്തിന്റെ വളർച്ചയെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഫുഡ്സുകളാണ് നമ്മുടെ ഡെയിലി റുട്ടീനില് നമ്മൾ എന്താണ് വെജിറ്റബിൾസും ഫ്രൂട്ട്സും അതുപോലെ തന്നെ സീരിയൽസും നട്ട്സ് ഒക്കെ ഒരു ദിവസത്തെ റുട്ടീനില് കുഞ്ഞുങ്ങളുടെ ഭക്ഷണമുള്ളത് ഉൾപ്പെടുത്തേണ്ടത് അവരുടെ വളർച്ചയ്ക്ക് കൂടുതൽ സ്വാധീനിക്കുന്നു. അങ്ങനെ തന്നെയാണോ നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാറ്? ഒരു ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള കുഞ്ഞ് എങ്ങനെയായിരിക്കും? ഹെൽത്തി ആയിരിക്കും. നമ്മള് നെക്സ്റ്റ് ഭാഗങ്ങളിൽ ന്യൂട്രിയൻസ് ഫുഡിനെ കുറിച്ചൊക്കെ പഠിക്കാവുന്നുണ്ട്. അപ്പൊ നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം കേട്ടോ. എന്തൊക്കെ ന്യൂട്രിയസ് ഫുഡ്സ് ആണ് കൊടുക്കേണ്ടത്, അതിന്റെ ആവശ്യകത എന്താണ്, അതിനെ പറ്റിയുള്ള ചാപ്റ്റേഴ്സുകൾ തുടർന്ന് വരുന്നുണ്ട്. ആ ക്ലാസ്സുകൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും കേട്ടോ. Then illness and accidents. അസുഖങ്ങളും അപകടങ്ങളും. എന്തൊക്കെയാണ് അസുഖങ്ങളും? അമ്മയ്ക്ക് ജലദോഷം പനിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മാസ്ക് ഇടുന്നത് നന്നായിരിക്കും. കുട്ടിക്ക് പെട്ടെന്ന് അഫക്ട് ചെയ്യും. അതേപോലെ ഈ ചൂടുള്ള സാധനങ്ങളൊക്കെ വെക്കണ സമയത്ത് നല്ലപോലെ ശ്രദ്ധിക്കണം. എന്താണ്? ചൂടുള്ള വസ്തുക്കളൊക്കെ വെക്കണ സമയത്ത് നല്ലപോലെ ശ്രദ്ധിക്കണം. നമ്മുടെ പേരൻസ് കിച്ചണിൽ നിൽക്കുമ്പോ കുട്ടികൾ അടുത്ത് വന്നു അത് തട്ടി തൊടാനും ഒക്കെ സാധ്യതയുണ്ട്. വെള്ളമൊക്കെ ഒഴിക്കണ സമയത്ത് അവര് തൊട്ട് അവരെ മേലേക്ക് ആവാനൊക്കെ ഉള്ള ചാൻസ്. നിങ്ങൾ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാവരും ആക്സിഡന്റ്സിനെ പറ്റി അല്ലെ, അപകടങ്ങളാണ്, കുഞ്ഞുങ്ങളുടെ സേഫ്റ്റിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾ പറയുന്നത്. ഞാൻ ചോദിച്ചത് ഇല്ലസ് ആണോ, എന്തൊക്കെ അസുഖങ്ങളാണ് ആ ഒരു ടൈമിൽ? കുഞ്ഞു കുട്ടികൾക്ക് ഇമ്മ്യൂണൽ പവർ വളരെ കുറവായിരിക്കും. അപ്പൊ പെട്ടെന്ന് അവർക്ക് അസുഖങ്ങൾ പിടിപെടും. നമ്മള് കുഞ്ഞുങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ ശ്രമിക്കണം. ഓരോരുത്തരായിട്ട് എല്ലാവരും കൂടി പറയില്ലേ, ഓരോരുത്തരായി പറഞ്ഞു. ശരണ്യ പറഞ്ഞോളൂ. ഫീവർ വരാൻ സാധ്യതയുണ്ട്, വയറിളക്കം, കോൾഡ്. ഓക്കെ, അടുത്താണ് പറഞ്ഞേ. സ്കിൻ ഇൻഫെക്ഷൻ. സ്കിൻ ഇൻഫെക്ഷൻസ്. എങ്ങനെയാണ് സ്കിൻ ഇൻഫെക്ഷൻസ് വരുന്നത് കുട്ടികൾക്ക്? സംബന്ധമായ അസുഖങ്ങൾ. ഡ്രസ്സുകളൊക്കെ കഴുകാതെ ഇടുമ്പോ അതിൽ നിന്നുള്ള നൂലും പൊടികളൊക്കെ ഇൻഫെക്ഷൻ ഉണ്ടാവും. മേലൊക്കെ തരിത്തരിങ്ങനെ പോലെയൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ അമ്മ ഫുഡ് നന്നായി കഴിക്കണം, അല്ലെങ്കിൽ ആ പാല് കുടിക്കുമ്പോ കുട്ടിക്ക് അസുഖങ്ങൾ വരാനും ഒക്കെ ചാൻസ് ഉണ്ട്. കഫക്കെട്ട്, കുറുകല് ഈ സമയത്ത് അമ്മ നല്ല ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ കുട്ടിക്ക് വയറിന് ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും, പാല് കുടിക്കുന്ന കുട്ടിയാണെങ്കിൽ. ഓക്കെ, പിന്നെ എന്താണ് ഈ ഓക്കെ, ഇതിനെ നമ്മൾ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തെടുക്കുന്നത്? വാക്സിനേഷൻസ് എടുക്കുന്നത് അല്ലെ. ഈ ഒരു ടൈമില് കുഞ്ഞുങ്ങളെ പിടിപെടുന്ന അസുഖങ്ങളുണ്ട് അല്ലെ, അഞ്ചാം പനി, മീസിൽസ്, പോളിയോ തുടങ്ങിയ അങ്ങനത്തെ കുറച്ച് അസുഖങ്ങൾ നമ്മളിൽ വരുന്നുണ്ട്. അപ്പൊ അത്തരത്തില് നമ്മൾ എന്തിനു വേണ്ടിയിട്ട് TPT എടുക്കുന്നു അല്ലെ. TPT എടുക്കുന്ന എന്തിനാണ്? ക്ഷയരോഗത്തിന് ഡിഫ്തീരിയ, ടെറ്റനസ് ആൻഡ് പെർtussis അല്ലെ. ടെറ്റനസിന് ഇഞ്ചക്ഷൻ എടുക്കുന്ന ഇത്തരത്തിലുള്ള അസുഖങ്ങൾ നമ്മള് ഇമ്മ്യൂണൈസേഷൻ വാക്സിൻസുകൾ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ഇത്തരത്തിലുള്ള അസുഖങ്ങളിൽ നിന്ന് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കറിയാം കുഞ്ഞിന് ജനിച്ച ഉടനെ നമ്മൾ എന്ത് വാക്സിനാണ് എടുക്കുന്നത്? എന്ത് വാക്സിനാണ്?
ഓരോ മന്ത്സും അല്ലെങ്കിൽ 3 months 4 months അത് കൂടുമ്പോൾ എന്താണ് നമ്മൾ ഓരോ പേരുകളിലെ വാക്സിൻസ് എടുക്കുന്നുണ്ട് അല്ലെ. പോളിയോ വാക്സിൻസ്, പിന്നെ എന്തൊക്കെയാണ് നിങ്ങളുടെ കയ്യിൽ ആ വാക്സിൻ ചാർട്ട് ഇല്ലേ കുട്ടികളുടെ? MMR അല്ലെ, ഓക്കെ. അപ്പൊ ഇത്തരം വാക്സിനുകൾ എടുക്കുമ്പോൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം. എന്താണ്? നമ്മുടെ ഈ വാക്സിൻ എടുക്കുന്നത് വഴിയും കുഞ്ഞുങ്ങളിൽ അസുഖങ്ങൾ വരുന്നുണ്ട് അല്ലെ. പനിയും തൊട്ട് പിന്നാലെ തന്നെ എന്താണ് പനിക്കാൻ ചാൻസസ് ഉണ്ട്. അതിനുള്ള പ്രതിരോധം എടുത്തിരിക്കണം. വാക്സിൻ എടുക്കുമ്പോൾ എന്താണ് പെട്ടെന്ന് തന്നെ കുഞ്ഞുങ്ങൾക്ക് പനിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ അതിനെ പ്രതിരോധിക്കുന്ന രീതിയിൽ മരുന്നുകൾ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ വാക്സിൻസ് ഒന്നും തന്നെ മുടങ്ങാനായിട്ട് പാടില്ല. അത് ആ കുട്ടിയുടെ വളർച്ചയെയാണ് കൂടുതൽ ബാധിക്കുന്നത്. പിന്നീട് ഓരോ വാക്സിനും ഓരോ ടൈം പീരീഡ് ഉണ്ട്. ഇത്ര മാസം അല്ലെങ്കിൽ ഇത്ര ദിവസം, ഇത്ര ഇയേഴ്സ്, ഇതിന്റെ ഉള്ളിൽ എടുത്തില്ലെങ്കിൽ എന്താണ് ആ കുഞ്ഞിന് പ്രതിരോധ ശേഷി വളരെയധികം കുറവായിരിക്കും. ഇത്തരത്തിലുള്ള അസുഖങ്ങള് പെട്ടെന്ന് തന്നെ ആ കുഞ്ഞിനെ പിടിപെടാനായിട്ട് ചാൻസസ് ഉണ്ട്. അപ്പൊ ആരും തന്നെ വാക്സിൻസുകൾ എടുക്കാനായിട്ട് ഓക്കെ, അത് ഒഴിവാക്കാൻ പാടില്ല. കൂടുതൽ അപകടത്തിലേക്ക് അത് എത്തിക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ അതാണ് ഫിസിക്കൽ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിൽ വരുന്നത്. ഒരു ഭൗതികമായിട്ടൊരു അന്തരീക്ഷത്തിൽ ഇതൊക്കെ കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്? ലിവിങ് കണ്ടീഷൻസ് വരുന്നുണ്ട്. നിങ്ങൾ ഇതെല്ലാം എക്സ്പ്ലനേഷൻ ചെയ്ത് പഠിക്കണ്ട കേട്ടോ. ആ പോയിന്റ്സുകൾ മാത്രം പഠിച്ചാൽ മതി. എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി, മനസ്സിലാവാൻ വേണ്ടിയിട്ട് എക്സ്പ്ലനേഷൻസ് തരുന്നുള്ളൂ. ഈ പോയിന്റ്സുകൾ മാത്രം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഈ പോയിന്റ്സ് ഒക്കെ പെട്ടെന്ന് ക്ലിക്ക് ചെയ്യും, മറക്കില്ല. മറക്കാതിരിക്കാൻ വേണ്ടിയാണ് എക്സ്പ്ലനേഷൻ തരുന്നത്. പ്ലേ സ്പേസ് ആൻഡ് എൻവയോൺമെന്റ്, ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ, ഇൽനെസ് ആൻഡ് ആക്സിഡൻസ്, ഇത്തരം കാര്യങ്ങൾ ഏതിലാണ് വരുന്നത്? ഫിസിക്കൽ എൻവയോൺമെന്റിലാണ്. ഓക്കെ, പോസ്റ്റ് നാറ്റൽ പീരീഡില് ഫിസിക്കൽ എൻവയോൺമെന്റിലാണ് ഇത്തരം കാര്യങ്ങൾ വരുന്നത്. നെക്സ്റ്റ് എന്താണ്? സോഷ്യോ ഇമോഷണൽ എൻവയോൺമെന്റ്. നമ്മുടെ ഭൗതിക പരിസ്ഥിതി എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു. ഇനി ഒരു പോസ്റ്റ് നാറ്റൽ പീരീഡിലെ സോഷ്യോ ഇമോഷണൽ എൻവയോൺമെന്റ് എങ്ങനെയായിരിക്കാം? സാമൂഹിക വൈകാരികമായ ഒരു അന്തരീക്ഷം എങ്ങനെയായിരിക്കാം? അതിൽ വരുന്നതാണ് എന്ത്? പാരന്റൽ ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ചൈൽഡ് റിയറിംഗ് പ്രാക്ടീസ്. ചൈൽഡ് റിയറിംഗ് എന്താണത്? കുട്ടികളോടുള്ള നമ്മുടെ പേരൻസിന്റെ ആറ്റിറ്റ്യൂഡ്, അവരെ കുട്ടികളെ വളർത്തുന്ന രീതി അല്ലെ, അവരെ പ്രാക്ടീസ് ചെയ്യിക്കുന്ന രീതി ഏത് രീതിയിലായിരിക്കണം അത് പാരന്റിങ് ആറ്റിറ്റ്യൂഡ്സ് വേണ്ടത്? കുട്ടികളെ കഴിവുകളെ എക്സ്പ്ലോർ ചെയ്യുന്ന രീതിയിലായിരിക്കണം. അഷിതയാണോ? അതെ, പറഞ്ഞേ. നമ്മൾ കുട്ടികളുടെ കഴിവുകൾ മനസ്സിലാക്കിയിട്ട് അതിനെ എക്സ്പ്ലോർ ചെയ്ത് കൊണ്ടുവരണം. യെസ്, വെരി ഗുഡ്. കുഞ്ഞുങ്ങളുടെ കഴിവ് മനസ്സിലാക്കിയിട്ടുള്ളൊരു അങ്ങനെയൊരു പാരന്റ്സ് ആയിരിക്കണം അല്ലെ. അവരുടെ ഇഷ്ടങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലായിരിക്കണം പാരന്റ്സ് കൂടെ നിൽക്കേണ്ടത്. ഓക്കെ, നല്ല നല്ല രീതിയിലുള്ള ആദർശങ്ങള്, നല്ല നല്ല ബിഹേവിയർ ഒക്കെ എന്താണ് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുക. അതൊക്കെ നമ്മളിൽ നിന്നാണ് കുഞ്ഞുങ്ങള് പഠിക്കുന്നത്. നമ്മളെയാണ് അവർ മാതൃകയാക്കുന്നത്. നമ്മൾ അറിയാതെ തന്നെ നമ്മളെ നോക്കിക്കണ്ട് പഠിക്കുന്നവരാണ് നമ്മുടെ കുട്ടികൾ. ഓക്കെ, നമ്മൾ വിചാരിക്കും നമ്മളാണ് കുഞ്ഞുങ്ങളെ നോക്കുന്നത്. പക്ഷെ കുഞ്ഞുങ്ങളാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അവർ വളരെ മൈന്യൂട്ടായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നത്. നന്നായി നമ്മളെ ഒബ്സർവ് അവർ ചെയ്യുന്നുണ്ട്. നമ്മൾ പറഞ്ഞു കൊടുക്കാതെ തന്നെ നമ്മളിൽ നിന്ന് പല കാര്യങ്ങൾ അവര് മനസ്സിലാക്കി എടുക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കണില്ല മാത്രം. ചിലർക്ക് ഓക്കെയാണ്, ചിലർക്ക് പെട്ടെന്ന് മനസ്സിലാവും അവനെന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് നമ്മളിപ്പോ ചില സമയത്ത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് കുഞ്ഞ് ചിലപ്പോ നമ്മ പറഞ്ഞ കാര്യമാണ് ആ ഒരു ടൈമിൽ അമ്മ അന്ന് അങ്ങനെ പറഞ്ഞിരുന്നു അല്ലെങ്കിൽ അമ്മ അങ്ങനെ ചെയ്തിരുന്നു എന്ന് പറയും. അതെന്തുകൊണ്ടാണ്? അവനത് ഇപ്പോഴും ഓർമ്മയുണ്ട്, അവനത് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ കുട്ടികൾ നമ്മളെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക അല്ലെ. നിങ്ങൾ ഗുഡ് പാരന്റ്സ് അല്ലേ എല്ലാവരും? അതെ, ക്യാമറ കണ്ണാണല്ലേ ടീച്ചറെ? ക്യാമറ കണ്ണുകളാണ് പറയാ ഓരോ കുട്ടികളും. അതെ അതെ അതെ, ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച്
നമ്മൾ അവരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ നല്ല ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഏത് രീതിയിലാണോ അതാണ് അവർ ക്യാച്ച് ചെയ്തിട്ട് നമ്മുടെ അടുത്തും മറ്റുള്ളവരുടെ അടുത്ത് ബിഹേവ് ചെയ്യുമ്പോൾ ചെയ്യുക. ഓക്കെ, ഒരു പരിധി വരെയൊക്കെ നമുക്ക് ഈ ആറ്റിറ്റ്യൂഡ്സ് ഒക്കെ അവർക്ക് പകർന്നു കൊടുക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അവരുടേതായ ഒരു രീതിയിൽ അവരെ മാറുന്നു. ഓക്കെ, പക്ഷെ ചില കുട്ടികൾ നല്ല രീതിയിൽ അത് ക്യാച്ച് ചെയ്യുന്നു. ചിലവരിൽ എന്താണ് നമ്മുടെ ചുറ്റുപാടുകൾ അനുസരിച്ചിട്ട് സാഹചര്യങ്ങൾ അനുസരിച്ച് കുഞ്ഞുങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ്. അപ്പൊ അതിനനുസരിച്ച് കുട്ടികൾ മാറുന്നുണ്ട്. പക്ഷെ പാരന്റിനോടൊപ്പം തന്നെ നിൽക്കുന്ന കുട്ടികളും ഉണ്ട് കേട്ടോ. അച്ഛനും അമ്മേനെ ഒരുപാട് അത്രയും കെയർ ചെയ്ത് നിൽക്കുന്ന കുട്ടികളും ഉണ്ട്, അല്ലാത്തവരും ഉണ്ട്. മിക്സ്ഡ് ആണ്, എല്ലാവരിലും എല്ലാ സ്വഭാവങ്ങളും ഉണ്ട്. ഓക്കെ, അപ്പൊ നല്ല ആറ്റിറ്റ്യൂഡ്സ് അവർക്ക് പകർന്നു കൊടുക്കുക. അവർ നമ്മളെ നോക്കുന്നുണ്ടെന്നുള്ള രീതിയിൽ നമ്മൾ ബിഹേവ് ചെയ്യുക. അപ്പൊ നമ്മളിൽ നിന്നുള്ള നല്ലത് മാത്രം അവര് ക്യാച്ച് ചെയ്യട്ടെ അല്ലെ. നല്ല രീതിയിൽ ഒരു പ്രാക്ടീസ് കൊടുക്കുക. അതെ, നമ്മളെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മളെ കുഞ്ഞുങ്ങളെ അടുത്ത് പെരുമാറണം. അതെ തന്നെ, വെരി ഗുഡ്. അവരുടെ പോരായ്മകൾ നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, സോഷ്യോ ഇക്കണോമിക് സ്റ്റാറ്റസ് എന്താണ്? സോഷ്യോ ഇക്കണോമിക് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാല് സാമൂഹിക സാമ്പത്തിക നില. എന്താണ് സാമൂഹിക സാമ്പത്തിക നില? നമ്മുടെ സിറ്റുവേഷനെ കുറിച്ചൊക്കെ കുട്ടികളുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കണം. എക്കണോമിക് സിറ്റുവേഷനും അതുപോലെ തന്നെ നമ്മുടെ സാഹചര്യം, നമ്മൾ ഇത്ര കപ്പാസിറ്റി ഉള്ളൂ, ഒരുപാട് അങ്ങനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം ചെറിയ കുട്ടികളെ. അവർക്ക് ഒരുപാട് വില കൂടിയ ടോയ് ഒക്കെ വേണമെന്ന് പറയുമ്പോൾ നമ്മള് അത് അടിക്കടി അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ അവരത് കാണും. പിന്നെ നമ്മുടെ അടുത്ത് പൈസ ഒന്നും ഇല്ലാന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. അപ്പൊ നമ്മള് ഫസ്റ്റ് മുതലേ എല്ലാതും തുടക്കത്തിൽ കാണിച്ചു കൊടുക്കാതെ നമ്മുടെ സിറ്റുവേഷൻ ഒക്കെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുക. അതുപോലെ കുട്ടികൾ മറ്റുള്ളവരോട് പെരുമാറുന്ന രീതി, അവരെ ആഗ്രഹങ്ങളൊക്കെ അപ്പപ്പോ സാധിച്ചു കൊടുക്കാതെ കുറച്ചൊന്ന് ഇതാക്കുക. നമ്മളെ പോരായ്മകൾ നമ്മളെ മക്കളെ മനസ്സിലാക്കി വളർത്തിയെടുക്കണം. യെസ്, വെരി ഗുഡ്. അതായത് നമ്മൾക്കൊരു സോഷ്യൽ ഇക്കണോമിക് സ്റ്റാറ്റസ് എന്തെന്നുള്ളത്, അതായത് പുറം ലോകം ഇങ്ങനെ ഉണ്ടെന്നുള്ളത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത് എന്താണ്? ഇപ്പൊ നമ്മുടെ സാഹചര്യമുണ്ട്, ജീവിത സാഹചര്യങ്ങളാണ് അല്ലെ. ചിലവർക്ക് എന്താണ് ഒത്തിരി സമ്പാദിക്കുന്നവരുണ്ടാവാം, ഒത്തിരി പൂറായിട്ടുള്ളവരുണ്ടാവാം. അപ്പൊ അത് ആ കുട്ടിക്ക് മനസ്സിലാവണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മള് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, മനസ്സിലാക്കുക എന്നതാണ് അല്ലെ. നമ്മളെ ഇങ്ങനത്തെ സാഹചര്യങ്ങളിലൂടെയാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമ്മളെ കൊണ്ട് സാധിക്കും എന്നുള്ളത്. മാക്സിമം സാധിച്ചു കൊടുക്കുക. എങ്കിലും എന്താണ് നമ്മളുടെ ലിമിറ്റിനനുസരിച്ചുള്ളത് അതാ കുട്ടിയിൽ ബോധ്യവാനാക്കി കൊടുക്കുക. ദെൻ ഫാമിലി സ്ട്രക്ചർ എങ്ങനെയായിരിക്കും? ഒരു സമൂഹത്തിലെ ഫാമിലി സ്ട്രക്ചർ, നല്ല രീതിയിലുള്ള ഫാമിലി സ്ട്രക്ചർ എങ്ങനെയായിരിക്കാം? ഒരു മാതൃകയാകേണ്ട ഒരു കുടുംബം എങ്ങനെയായിരിക്കാം? സ്നേഹത്തിലായിരിക്കണം എല്ലാവരും. നമ്മൾ ഒരിക്കലും നമ്മളെ കുട്ടികളെ മുന്നിൽ വെച്ചിട്ട് പേരൻസ് ആയാലും വീട്ടിലെ മറ്റംഗങ്ങളായാലും കുട്ടികളെ മുന്നിൽ വെച്ചിട്ട് അടികൂടാനും വഴക്കിടാനും പാടില്ല. അവരെ കാണിക്കാതിരിക്കുക. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മുടെ മക്കളെ കാണിക്കാതിരിക്കുക. ഓക്കെ, നമ്മുടെ ഫാമിലി സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫാമിലി എത്ര സ്ട്രക്ചറിൽ നമ്മൾ കണ്ടിട്ടുണ്ട്? എത്ര സ്ട്രക്ചേഴ്സ് ഉണ്ട്? ആദ്യകാലത്തൊക്കെ ജോയിന്റ് ഫാമിലി ആയിരുന്നു, ഇപ്പൊ ന്യൂക്ലിയർ ഫാമിലി ആണല്ലേ. ഫാമിലി ഉണ്ട്. അതാണ് ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് അല്ലെ. ന്യൂക്ലിയർ ഫാമിലി ഉണ്ട്, ജോയിന്റ് ഫാമിലി ഉണ്ട്. ന്യൂക്ലിയർ ഫാമിലിയുടെ പ്രത്യേകത എന്താണ്? അച്ഛനും അമ്മയും അച്ഛൻ അമ്മ മക്കൾ അച്ഛനും അമ്മയും മക്കളും അടങ്ങുന്ന ഒരു ചെറിയ കുടുംബമാണ് അല്ലെ. അവർക്ക് അവരുടെ ഒരു 4 പേരുടെ കാര്യങ്ങൾ മാത്രമേ, 4 പേരുടെ ഇമോഷൻസും 4 പേരുടെ സ്വഭാവങ്ങളും മാത്രമേ അവരവിടെ മനസ്സിലാക്കുന്നുള്ളൂ. ഒരു ജോയിന്റ് ഫാമിലി ആകുമ്പോൾ എന്താണ് മെമ്പേഴ്സ് കൂടും അല്ലെ. മുത്തശ്ശൻ, ആന്റി, അങ്കിൾ അങ്ങനെ അല്ലെ, കുട്ടികള്. അപ്പൊ എന്താണ് അവരപ്പോ എന്താണ് കുറച്ചുകൂടി ആളുകൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണ്ടേ. യെസ്, അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യും. ഓരോരുത്തരെ അല്ലെ, ഒരു കുടുംബത്തിൽ ഇത്ര ആളുകളുമായി ഇടപെടുമ്പോൾ എന്താണ് ഇപ്പോഴത്തെ കുട്ടികളെ കുറച്ച് ഫാമിലി ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ പുറത്തു പോകുമ്പോൾ അവരധികം സംസാരിക്കില്ല. കാരണം എന്താണ്? അച്ഛനും അമ്മയും പിന്നെ ഒരൊറ്റ മോനാണെങ്കിൽ ഓക്കെ, എന്താണ് അധികം സംസാരിക്കാൻ. ഇപ്പൊ ക്ലാസ്സിലാണെങ്കിൽ കൂടി എന്താണ് ആള് പിൻവലിയുന്നു, അധികം സംസാരിക്കില്ല, കൂട്ടുകെട്ടില്ല, എന്താണ് ഒറ്റപ്പെട്ട ഒരു അവസ്ഥയായിരിക്കും.
അങ്ങനെയുള്ള കുട്ടികളും ഉണ്ട്. ജോയിന്റ് ഫാമിലിയിലാണെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. ഇപ്പൊ എത്ര മിണ്ടാത്ത കുട്ടികളാണെങ്കിൽ കൂടി എന്താണ് അവന്റെ കുടുംബത്തിൽ അതിന്റെ ഫാമിലി മെമ്പേഴ്സ് ആയിട്ട് തന്നെ അവൻ എന്താണ് നല്ലൊരു കണക്ഷൻ ഉണ്ടായിരിക്കും. കാരണം എന്താണ് അവരെ ഒരുപാട് പേരുണ്ട്, ഒരുപാട് പേരെ എല്ലാ ദിവസവും കാണുന്നവരോട് സംസാരിക്കുന്നവരോട് ഇടപെടുന്നു. അപ്പൊ എന്താണ് ആ കുട്ടിയിൽ ഒരുപാട് തരം മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പൊ എന്നിരുന്നാലും ന്യൂക്ലിയർ ഫാമിലി ഒരു ബാഡ് ആണെന്നല്ല കേട്ടോ പറയുന്നത്. അതിലും ഒരുപാട് ഹാപ്പിനെസ് കൊണ്ടുവരുന്ന ഫാമിലീസ് ഉണ്ട്. നമ്മളിപ്പോ സിനിമയിലും അല്ലാതെ തന്നെ കണ്ടിട്ടില്ലേ, ന്യൂക്ലിയർ ഫാമിലിയിലും ഹാപ്പി ആയിട്ട് ജീവിക്കുന്നവരുണ്ട്. ഒരുപാട് ചിലപ്പോൾ ചില കുട്ടികൾ ഇൻട്രോവേർട്ട് ആയിരിക്കാം അല്ലെ, ഒരുപാട് സംസാരിക്കാത്തവരായിരിക്കാം, അങ്ങനെയും സംഭവിക്കാം. നല്ല ഫാമിലി സ്ട്രക്ചർ ഉണ്ടെങ്കിൽ എന്താണ് വളർന്നു വരുന്ന കുട്ടികളിലും പാരന്റ്സിലും എന്താണ് നല്ല രീതിയിലുള്ള മാറ്റങ്ങള്, സോഷ്യോ ഇമോഷണൽ ആയിട്ടുള്ള ഒരു നല്ല രീതിയിലുള്ള എൻവയോൺമെന്റ് നല്ല ഫാമിലിയിൽ നിന്നാണ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സെക്സ് ആൻഡ് കൾച്ചർ അല്ലെ, എന്താണ് സെക്സ് ആൻഡ് കൾച്ചർ എന്ന് പറയുന്നത്? നല്ലൊരു ഫാമിലി മുന്നോട്ട് പോകുന്നതിലും എന്തുണ്ട്, നല്ല സംസ്കാരം മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും എന്തെല്ലാം ഉണ്ട്? പറയേ. കുട്ടികളുടെ അടുത്തൊക്കെ പറഞ്ഞു മനസ്സിലാക്കണം. പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ അടുത്തൊക്കെ ആണെങ്കിൽ പറഞ്ഞു മനസ്സിലാക്കണം. പുറത്ത് മറ്റുള്ളവർ എങ്ങനെ പെരുമാറുന്നു, അവരുടെ അടുത്തൊക്കെ എങ്ങനെയാണ് നമ്മൾ അതെല്ലാം പറഞ്ഞ് കറക്റ്റ് ആക്കി വിടണം. സെക്സ് ആൻഡ് കൾച്ചർ എങ്ങനെയാണ് ഒരു സെക്സ് എഡ്യൂക്കേഷൻ കുട്ടികളെ മനസ്സിലാക്കി കൊടുക്കുന്നത്. ഓക്കെ, മിസ് ബാഡ് ടച്ചും ഗുഡ് ടച്ചും എന്താണെന്ന് പഠിപ്പിച്ചു വിടുക. ഓക്കെ, കഴിഞ്ഞല്ലോ. കീർത്തിക്ക് മലയാളം മനസ്സിലാകുന്നുണ്ടല്ലോ? കീർത്തി, കീർത്തി കേൾക്കുന്നുണ്ടോ? മലയാളം മനസ്സിലാവുന്നല്ലേ? ഇയാള് മെസ്സേജും ഇംഗ്ലീഷിൽ അയക്കുന്നുണ്ടോ എന്ന് ചോദിക്കണേ കേട്ടോ. ഓക്കെ, നിങ്ങള് എന്താണ് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോള് ഇന്റലക്ച്വൽ എൻവയോൺമെന്റ് എന്ന ഈ ഭാഗമില്ലേ, അതായത് ഇവിടം വരെ ആ ഒരു സ്റ്റേജസ് മന്ത്സ് വരെയുള്ള ഭാഗങ്ങൾ നന്നായി നോക്കിയിട്ട് വരാം കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ ലീവ് ചെയ്തോളൂ. ഓക്കെ മിസ്. താങ്ക് യു മിസ്. താങ്ക് യു. താങ്ക് യു മിസ്. ഇപ്പൊ അടുത്ത ക്ലാസ്സിന് വരുമ്പോ പ്രിപ്പയർ ചെയ്യേണ്ട കാര്യം ഒന്ന് പറഞ്ഞുതരോ? മിസ് ഇപ്പൊ പറഞ്ഞില്ലേ അടുത്ത ക്ലാസ്സിന് വരുമ്പോ പേത് വരെ നോക്കാൻ എന്തോന്നും പറഞ്ഞില്ലേ? ക്ലോസ് ചെയ്തിരിച്ചത് ആ ഇന്റലക്ച്വൽ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞ ഭാഗത്തിൽ കുറച്ച് കുട്ടികളുടെ വളർച്ച മന്ത് തൊട്ടുണ്ടോ 18 months 15 months എന്നൊക്കെ പറഞ്ഞ അത്രയും ഭാഗങ്ങളൊന്ന് വായിച്ചിട്ട് വരാം കേട്ടോ. ഓക്കെ ഓക്കെ ശരി, ഓക്കെ, താങ്ക് യു.